രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തതും എൻ ഡി എയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിക്കെതിരെ ഇന്ത്യ മുന്നണി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയതുമൊക്കെ ഇപ്പോൾ വലിയ തോതിൽ അഭിനന്ദിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഇന്ത്യ മുന്നണിയുടെ അടവുകൾ, തന്ത്രങ്ങൾ, അത് നടപ്പാക്കിയ രീതി കുറ്റമറ്റതായിരുന്നോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് മുന്നണിയുടെ നേതാക്കൾ, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയരാവേണ്ടതുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകുമോ എന്ന കാര്യത്തിൽ BJPയുടെ ഒരു തീരുമാനം ഉണ്ടാകാൻ വളരെ വൈകിയത് കാരണം കൊടിക്കുന്നിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചതും അദ്ദേഹത്തിന്റെ പത്രിക സമർപ്പിച്ചതൊക്കെ ഏറ്റവും അവസാന നിമിഷങ്ങളിലാണ്. 12 മണിയായിരുന്നു പത്രിക അല്ലെങ്കിൽ ഉപക്ഷേപങ്ങൾ നൽകാനുള്ള അവസാന സമയം. 11:50, 11:55 3 സെറ്റ് പത്രികകൾ ലോക്സഭാ സെക്രട്ടേറിയറ്റിൽ എത്തിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് എല്ലാ ഘടകകക്ഷികളുമായും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഒരു ആലോചന നടത്തുന്നതിന് സാധിച്ചില്ല. വാസ്തവത്തിൽ അത് അക്ഷന്തവ്യമായ ഒരു തെറ്റാണ്. സമയം കിട്ടാതെ പോയതാണ് ഇതിന് കാരണമായി പറയുന്നതെങ്കിലും ഈ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികളിൽ ഒന്നായ, അംഗസംഖ്യ നോക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള തൃണമൂൽ കോൺഗ്രസിനോട് ഈ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ചർച്ചകളൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നത് അത് എത്രത്തോളം ശരിയായ കാര്യമാണെന്ന് ആലോചിക്കേണ്ടതുണ്ട്. വളരെ വൈകി എന്നൊക്കെ പറയുന്നതിനൊരു ന്യായമുണ്ട്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് മമതാ ബാനർജി കൽക്കത്തയിലുണ്ട്. ഒരു ടെലിഫോൺ വിളിയിലൂടെ രാഹുൽ ഗാന്ധിക്ക് അവരുമായി സംസാരിക്കാമായിരുന്നു. രാഹുൽ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായും സുരേഷിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം അവര് പറയുമായിരുന്നുമില്ല. പക്ഷെ അത് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഒരു പ്രതിഷേധം ഉണ്ടായി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇത് ആദ്യം ശബ്ദ വോട്ടിലേക്ക് പോകും, എയ്സ് ഓർ നോസ്. അതനുസരിച്ച് ആദ്യം ഒരു തീരുമാനം പറയും. പിന്നീട് ഒരംഗമെങ്കിലും ഡിവിഷൻ ചോദിക്കുകയാണെങ്കിൽ, ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ആളെണ്ണി ഓം ബിർളയെ തെരഞ്ഞെടുത്തു എന്ന ഉപക്ഷേപത്തിന് എത്ര വോട്ട് അനുകൂലമായി കിട്ടി, പ്രതികൂലമായി കിട്ടി എന്ന് അറിയുന്ന രീതിയാണ്. പക്ഷെ ഒരാളെങ്കിലും ചോദിച്ചാൽ ഡിവിഷൻ അനുവദിക്കേണ്ടതാണ്. പക്ഷെ ആരും ചോദിച്ചില്ല. ആരും ചോദിക്കാതിരുന്നതിന്റെ കാരണം അക്കാര്യത്തിലും തൃണമൂൽ കോൺഗ്രസ് എടുത്ത ഒരു നിലപാടായിരുന്നു. അവർ പറഞ്ഞത്, വോട്ടെണ്ണാൻ പോവുകയാണെങ്കിൽ ഇപ്പോഴുള്ള 307 എന്ന സംഖ്യയിൽ നിന്ന് BJPക്ക് അല്ലെങ്കിൽ NDAക്ക് കിട്ടുന്ന വോട്ട് കൂടുതലാവുകയാണെങ്കിൽ അതിന് പരാജയമാവും. അത് ശരിയുമാണ്. കാരണം ചില സ്വതന്ത്രന്മാര് രണ്ടു ഭാഗത്തും ചേരാതെ നിൽക്കുന്നവരുണ്ട്. അവരിൽ ആരെയെങ്കിലും NDA സ്വാധീനിച്ചിട്ടുണ്ടാവാം. അതുപോലെ ജഗൻമോഹന്റെ YSR കോൺഗ്രസ്, അവർക്ക് 5 അംഗങ്ങളുണ്ട്. അവര് NDA സ്ഥാനാർത്ഥിയെ പിന്താങ്ങുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പൊ അത് കണക്കിലെടുക്കാതെ ഡിവിഷന് പോകുന്നത് ശരിയല്ല എന്ന ഒരു അഭിപ്രായമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ പറഞ്ഞത്. അത് സ്വീകരിച്ചു പോയില്ല. പക്ഷേ അത് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി. ഇത് നേരത്തെ ആലോചിക്കേണ്ടതായിരുന്നു. ഡിവിഷന് പോകുന്നത് സംബന്ധിച്ച്, ഡിവിഷന് പോയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നേരത്തെ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ ആലോചിച്ചൊരു തീരുമാനം ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ തൃണമൂലിന്റെ നിലപാടനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ഒരു അഭിപ്രായം അനുസരിച്ച് ഡിവിഷന് പോകണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഒരു വേണ്ടത്ര ഐക്യമുണ്ടോ അല്ലെങ്കിൽ ആശയപ്പൊരുത്തമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ടായി. ഇത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം ഇന്ത്യ മുന്നണിയിലെ 7 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ സത്യപ്രതിജ്ഞ ചെയ്യാതെ ഒരു നടപടിക്രമങ്ങളിലും ഒരംഗത്തിനും പങ്കെടുക്കാനാവില്ല. ഇങ്ങനെ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയം ഇന്ത്യ മുന്നണി ജയിക്കുമെന്ന് ആരും കരുതുന്നില്ല. തീർച്ചയായും നമ്പേഴ്സ് അനുസരിച്ച് നോക്കുമ്പോൾ NDAയുടെ സ്ഥാനാർത്ഥി ജയിക്കും. എങ്കിൽ പോലും രാഷ്ട്രം വളരെ താല്പര്യത്തോടെ ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 7 വോട്ടർമാർ അവർക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ വീഴ്ചയായിട്ട് കാണേണ്ടിയിരിക്കും. ഞാനതാണ് പറഞ്ഞത്, ഈ രീതിയിൽ അന്നത്തെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയോ എന്നുള്ളൊരു ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല,
ഇനി ഘടകകക്ഷികളുമായി നിരന്തരമെന്നോണം സംസാരിക്കേണ്ടത് രാഹുൽ ഗാന്ധി തന്നെയാണ്. അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവ്. അല്ലാതെ കെ സി വേണുഗോപാൽ അല്ല. ഞാൻ കെ സി വേണുഗോപാലിന്റെ ഇക്കാര്യത്തിൽ ചെറുതാക്കി കാട്ടാനല്ല പറയുന്നത്. കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലാണ് അദ്ദേഹമുള്ളത്. പക്ഷെ അദ്ദേഹമല്ല ഘടകകക്ഷികളുമായിട്ട് സംസാരിക്കേണ്ടത്. അല്ലെങ്കിൽ AICC പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ തന്നെ മറ്റു കക്ഷി നേതാക്കളുമായി സംസാരിക്കണമായിരുന്നു. വാസ്തവത്തിൽ വേണ്ടത്ര ആശയവിനിമയം ഇക്കാര്യത്തിൽ ഉണ്ടായില്ല. സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ, ഡിവിഷൻ വേണോ എന്ന കാര്യത്തിൽ, ഇതിലൊക്കെ വേണ്ടത്ര ആശയവിനിമയം ഉണ്ടായില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ഇന്ത്യ മുന്നണിക്ക് ഒരു പാഠമാകേണ്ടതുണ്ട്. ഇന്നത്തെ നിലയിൽ ഇന്ത്യ മുന്നണിക്ക് സർക്കാരിനെ വരച്ച വരയിൽ നിർത്താൻ പറ്റും. പക്ഷേ ആ വര വരയ്ക്കുന്നത് എങ്ങനെ വേണം എന്ന കാര്യത്തിൽ കൃത്യമായ ആലോചനകൾ വേണം. എവിടെയെങ്കിലുമൊക്കെ വര വരച്ചിട്ട് അതിനുള്ളിലൊന്നും ഗവൺമെന്റിനെ നിർത്താമെന്നൊന്നും ആരും കരുതരുത്. ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തെക്കാൾ അടവുകളും അഭ്യാസങ്ങളും നന്നായിട്ട് അറിയാവുന്ന മോദിയും അമിത്ഷയും ഒക്കെയാണ് അവിടെ സർക്കാർ പക്ഷത്തെ നയിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അവർക്ക് പറ്റിയ ഒരു സ്പീക്കറെയാണ് അവർ വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഓം ബിർള. അതുകൊണ്ട് തന്നെയാണ് ഓം ബിർളയെ വീണ്ടും സ്പീക്കറാക്കിയത്. ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതനുസരിച്ച് വേണം ഇന്ത്യ മുന്നണിയുടെ തന്ത്രങ്ങൾ, അവർ കരുക്കൾ നീക്കേണ്ടത്. അതിനുവേണ്ടി വേണമെങ്കിൽ പാർലമെന്റിലെ പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിക്കുന്നതിന് ഓരോ കക്ഷിയിൽ നിന്നും ഓരോ അംഗങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി, ഒരു സമിതി രൂപവൽക്കരിക്കുന്നത് പോലും നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ധാരാളം അംഗങ്ങളാവരുത്, ഒരു കക്ഷിയിൽ നിന്നും ഒരാൾ മതി. അവർക്ക് ദൈനംദിനമെന്നോണം ചേരുന്നതിനും എന്താണ് സഭയിൽ, എങ്ങനെയാണ് സഭയിൽ പ്രവർത്തിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നതിനും സാധിക്കും. കേരളത്തിലെ UDF LDF ഒക്കെ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഇവിടെ 8:30ക്കാണ് സഭ തുടങ്ങുന്നത്. 7 മണിക്ക് തന്നെ കക്ഷി നേതാക്കൾ എത്തുന്നു. പ്രതിപക്ഷ നേതാവിന്റെ മുറിയില്, ഔദ്യോഗിക മുറിയില് സമ്മേളിക്കുന്നു. അതിനുശേഷമാണ് ഏത് വിഷയത്തിലാണ് അടിയന്തര പ്രമേയം നൽകേണ്ടത്, ആരൊക്കെയാണ് സംസാരിക്കേണ്ടത്, ഇന്നത്തെ കാര്യപരിപാടി അനുസരിച്ച് എന്ത് നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുക. അതുപോലെ കൃത്യമായ ഗ്രഹപാഠവും കൃത്യമായ ഒരു നടത്തിപ്പിന്റെ സംവിധാനവും ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് ലോക്സഭയിലും രാജ്യസഭയിലും ഈ സർക്കാരിനെതിരെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്.